തിരുവനന്തപുരം നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ കുത്തിവയ്പെടുത്തതിന് പിന്നാലെ അബോധാവസ്ഥയിലായ യുവതി മരിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. സംഭവം അന്വേഷിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉറപ്പു നൽകി. യുവതിയുടെ ഭർത്താവിന്റെ പരാതിയിൽ നേരത്തെ ഡോക്ടർക്കെതിരെ കേസെടുത്തിരുന്നു. 15-ാം തീയതിയാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശിയായ കൃഷ്ണ തങ്കപ്പൻ കിഡ്നി സ്റ്റോൺ സംബന്ധമായ അസുഖത്തിന് ചികിത്സ തേടി നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലെത്തിയത്. ചികിത്സയ്ക്കിടെ കുത്തിവയ്പെടുത്തതോടെ യുവതിക്ക് ശ്വാസതടസ്സവും ശരീരത്തിന് നിറവ്യത്യാസവും ഉണ്ടായി. പിന്നാലെ അബോധാവസ്ഥയിലായ കൃഷ്ണയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെയാണ് ഇന്ന് പുലർച്ചെയോടെ മരണം സംഭവിക്കുന്നത്. കൃഷ്ണയ്ക്ക് ആസ്മയുണ്ടെന്ന് ചികിത്സിച്ച ഡോക്ടറെ അറിയിച്ചിട്ടും അലർജി പരിശോധന നടത്താതെ കുത്തിവയ്പെടുത്തുന്നതാണ് ബന്ധുക്കളുടെ ആരോപണം. ഇങ്ങോട്ടുള്ള റെഫറൻസ് സ്റ്റേറ്റിൽ അവർ ഇതായ കഴിഞ്ഞപ്പോൾ തൊട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഡോക്ടർ ചോദിക്കും എന്തെങ്കിലും മരുന്ന് കൊടുത്തോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്കൊരു ആൻസർ ഞങ്ങൾ കണ്ടില്ല. കാരണം യൂറിൻ ഇൻഫെക്ഷൻ മാത്രമായിട്ട് പെങ്ങൾ പോയതാണ്, വീട്ടിൽ നിന്ന് പോയതാണ്, ഹോസ്പിറ്റലിലോട്ട് പോയതാണ്. ഈ ഇഞ്ചക്ഷൻ എടുക്കുന്നതിൻ്റെ ഏകദേശം 1 മിനിറ്റ് മുമ്പേ വരെ ഞങ്ങൾ അമ്മേനെ ഞങ്ങൾക്ക് വിളിച്ച് സംസാരിക്കുകയും ചെയ്തു. ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, അവൾക്ക് ഒരു കുഴപ്പമില്ലെന്ന് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. യുവതിയെ ചികിത്സിച്ച ഡോക്ടറുമായി നടത്തിയ ഫോൺ സംഭാഷണവും ബന്ധുക്കൾ പുറത്തുവിട്ടിട്ടുണ്ട്. അലർജി ഉണ്ടാക്കുന്ന എന്നാലും നോക്കണ്ട ഡോക്ടറെ, എന്തെങ്കിലും അലർജി ഉണ്ടോ? ഇല്ലെങ്കിൽ കൂടെ ആളില്ല, കൂടെ ആള് വന്നില്ലേ ഇതൊക്കെ ചെയ്യാനുള്ളത്. അവർക്ക് വേദന എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം അത് കൊടുത്തത്. വേദന ആ സമയത്ത് അപ്പോഴും അത്ര വേദന ഇല്ലായിരുന്നു. എന്ന് വെച്ചാൽ എന്നോട് ഫോൺ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴ സിസ്റ്റർ വന്നപ്പോൾ പുള്ളിക്കാർ ഫോൺ കട്ട് ചെയ്തിട്ട് ഇത് ട്രിപ്പ് ഇടാൻ വരുന്നെന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്തത്. ചികിത്സാ പിഴവ് സംബന്ധിച്ച ആരോപണം അന്വേഷിക്കാൻ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയതായി മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ഞാൻ DHSനോട് പറഞ്ഞിട്ട് വിദഗ്ധ സമിതി പരിശോധിക്കാനായിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ DHSന്റെ പ്രാഥമിക നിഗമനങ്ങളുണ്ട്. പക്ഷെ വിദഗ്ധ സമിതി പരിശോധിച്ച് തന്നെ ആ കാര്യങ്ങൾ, ആ കുടുംബത്തിന് ആവശ്യം എന്താണെന്നുള്ളത് കണ്ട് ആ വിദഗ്ധ സമിതി പരിശോധിക്കാൻ പറഞ്ഞു. ചികിത്സാ പിഴവിൽ പ്രതിഷേധിച്ച് നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലേക്ക് BJP മാർച്ച് നടത്തി. യുവതിയുടെ ഭർത്താവിന്റെ പരാതി പ്രകാരം നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലെ ഡോക്ടർ വി വിനുവിനെതിരെ പോലീസ് നേരത്തെ കേസെടുത്തിരുന്നു. ജനം, തിരുവനന്തപുരം.